ഗോവയിൽ വന്നിട്ടുണ്ടെങ്കിൽ 2 ദിവസം 2 ഭാഗങ്ങൾ കാണാനുണ്ട്. ഒന്ന് സൗത്ത് ഗോവ കാണാനുണ്ട്, പിന്നൊന്ന് നോർത്ത് ഗോവ കാണാനുണ്ട്. ഞങ്ങളിപ്പം മഡ്ഗോണിന്ന് നോർത്ത് ഗോവ കാണാൻ പോവുകയാണ് അല്ലേ. പിന്നെ ഞങ്ങള് മോളായിട്ട് ഞങ്ങള് നോർത്ത് ഗോവ കാണാൻ പോവാണ്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, 2 ഗോവ, സൗത്ത് ഗോവ ഒരു ദിവസം കാണാനുണ്ട്, അതുപോലെ നോർത്ത് ഗോവ വേറെ ദിവസം കാണാനുണ്ട്. ഇത് അടൽ സേതു ബ്രിഡ്ജാണ് ഇവിടുത്തെ നമ്മുടെ ഗോവയിലുള്ള ഒരു പ്രസിദ്ധമായ ഒരു പാലം. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് കേബിൾ സ്റ്റേ പാലാണിത്. അപ്പോൾ ഏകദേശം ഒരു 1.5 മണിക്കൂർ 2 മണിക്കൂറിൻ്റെ അടുത്ത് തന്നെ ഉണ്ടാവും ഈ നോർത്ത് ഗോവയിലേക്ക് ഉള്ള ദൂരം. മഡ്ഗോണിന്ന് അവിടെയാണ് ഈ ഡോൾഫിൻ ചാട്ടങ്ങൾ കാണാനുള്ളത്, സ്നോ പാർക്ക് ഉള്ളത്, കുറച്ച് ബീച്ചുകളുള്ളത്, പിന്നെ അങ്ങനെ ഒരു വലിയൊരു കോട്ട ഉണ്ട്, ഇത് പോർച്ചുഗീസ് കോട്ട. ഇതൊക്കെ കാണാനുള്ള സ്ഥലമാണ് നോർത്ത് ഗോവ. ഇപ്പം നമ്മൾ പിന്നെ ഇവിടെ ഒരു ചെറിയൊരു കടലില്ലേ, ഒരു നദിയുണ്ട്. ആ നദിക്ക് കുറുകെയുള്ള പാലത്തിന് നമ്മൾ കൂടെ പോകുന്നത്. ഈ ഇതിൽ ഒരു ബോട്ട് ക്രൂയിസ് നടത്തുന്നുണ്ട് ഈ ഒരു പാക്കേജിൽ ഉണ്ടല്ലേ. ഇതിലാണ് അത് ചെയ്യുന്നത്. ഇവിടെയൊക്കെ മറ്റേ പാട്ടും ഡാൻസും ഒക്കെ ഉള്ള ചെറിയ ചെറിയ ക്രൂയിസുകളുണ്ട്, 3 തട്ടുള്ള. അതിൻ്റെ ടോപ്പിൽ പിന്നെ രാത്രി ആയിക്കഴിഞ്ഞാൽ വൈകുന്നേരം ഇരുട്ടാകുന്നതോട് ബന്ധപ്പെട്ട് തുടങ്ങും. അത് കഴിഞ്ഞ് 1 മണിക്കൂർ അവിടെ പ്രോഗ്രാം ഉണ്ടാവും. അതിന് 500 രൂപയാണ് ചാർജ്. ഇത് ഞാനിപ്പോൾ ബസ്സിൻ്റെ ബാക്കിൽ നിന്നാണ് ഇപ്പോൾ ഈ വീഡിയോ എടുക്കുന്നത്. അടൽ സേതു പാലം. അപ്പോൾ ഗോവയിൽ വന്നിട്ടുണ്ടെങ്കിൽ 2 ദിവസം, ഒരു ദിവസം ഗോവ സൗത്ത് കാണാം, ഒരു ദിവസം ഗോവ നോർത്തും കാണാൻ മാത്രം ഉണ്ട്. അപ്പോൾ ഇതിലുണ്ടല്ലോ ഒരുപാട് ചെറിയ ചെറിയ ബോട്ടുകളൊക്കെ ഉണ്ട്, പിന്നെ വലിയ ബോട്ടുകളുണ്ട്. ഗോവ ഏറ്റവും കൂടുതൽ പിന്നെ ഫോറിനേഴ്സ് വരുന്നൊരു സ്ഥലമാണ് ഗോവ.